വെള്ളിയാഴ്ച ബിനുവും ഭാര്യ സീതയും മക്കളും ഒരുമിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാനായി വനത്തിലേക്ക് പോയപ്പോൾ സീതയെ ആന ചവിട്ടിക്കൊന്നു എന്നാണ് ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. എന്നാൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സംശയം തോന്നിയ ഡോക്ടർ പോലീസിനോട് ആനയുടെ ആക്രമണത്തിലല്ല സീത മരണപ്പെട്ടതെന്ന വിവരം അറിയിക്കുകയായിരുന്നു. ഭാര്യയ്ക്കും തനിക്കും ആനയുടെ ആക്രമണം ഉണ്ടായെന്നും പരിക്കേറ്റതായും ബിനു പറഞ്ഞിരുന്നെങ്കിലും ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചപ്പോൾ കാര്യമായ പരിക്കുകൾ ഇല്ലാത്തതിനാൽ പിന്നീട് വിട്ടയക്കുകയായിരുന്നു. ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ മരണം കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു. കൊല്ലപ്പെട്ട സീതയുടെ തലയിലും ശരീരത്തിന്റെ പിൻഭാഗത്തും നിരവധി മുറിവുകളുണ്ട്. തല പരുക്കൻ പ്രതലത്തിൽ ഇടിച്ചതായി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖത്ത് അടിയേറ്റ പാടുകളും ശരീരത്തിന്റെ മറ്റിടങ്ങളിൽ മൽപ്പിടുത്തം നടന്നതിന്റെ സൂചനകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് വീണതുപോലെയുള്ള മുറിവുകളും വലിച്ചിഴച്ച രീതിയിലുള്ള അടയാളങ്ങളും ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ട് പീരുമേട് പൊതുശ്മശാനത്തിൽ സീതയുടെ മൃതദേഹം സംസ്കരിച്ചു. പീരുമേട് ഡിവൈഎസ്പി വിശാൽ വി ജോൺസന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫോറൻസിക് സംഘവും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തും. വനത്തിനുള്ളിൽ ആയതിനാൽ വനം വകുപ്പിന്റെ സഹായത്തോടെ ആയിരിക്കും അന്വേഷണം. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.